അഷ്ടമൂർത്തി പറയുമ്പോഴെല്ലാം അനിൽ ബാബു വിസമ്മതാർത്ഥത്തിൽ തലയാട്ടിക്കൊണ്ടിരുന്നു. അയാൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അഷ്ടമൂർത്തി ഒടുവിൽ അനിൽ ബാബുവിൻ്റെ വിശ്വാസത്തിന് വിട്ടു. കൃഷ്ണമ്മയുടെ മുറിയിൽ ഉദയഭാനു അമ്മയെ ആശ്വസിപ്പിക്കാൻ കഴിയാതെ വിഷമിച്ചു. നയോമി മാസങ്ങൾക്ക് മുമ്പ് കൊല്ലപ്പെട്ടുവെന്നുള്ള അറിവ് കൃഷ്ണമ്മയെ വല്ലാതെ തളർത്തി. പിണങ്ങിയിരുന്നാലും ഇണങ്ങിയിരുന്നാലും നയോമി എന്നല്ലാതെ ഒരു വിചാരം കൃഷ്ണമ്മയ്ക്ക് ഇക്കാലം അത്രയും ഉണ്ടായിട്ടില്ല. നയോമിയെ എങ്ങനെ ഉന്നതങ്ങളിലെത്തിക്കാം, നയോമിയെ എങ്ങനെ കൂടുതൽ സുന്ദരിയാക്കാം, നയോമിക്ക് എന്തെല്ലാം സുഖ സൗകര്യങ്ങൾ ഒരുക്കിക്കൊടുക്കാം എന്നിങ്ങനെ നേരം പുലരുന്നത് മുതൽ രാത്രി ഉറക്കം കണ്ണിലെത്തുന്നതുവരെയുമുള്ള കൃഷ്ണമ്മയുടെ ചിന്താധാരകൾ ഓരോ ദിവസവും നയോമിയിൽ തുടങ്ങി നയോമിയിൽ തന്നെ അടങ്ങി. ഇപ്പോൾ ഓർക്കാപ്പുറത്ത് അവൾ ജീവനോടെ ഇല്ലെന്ന് പറഞ്ഞാൽ നയോമിയല്ല, കൃഷ്ണമ്മയാണ് ഇല്ലാതാകുന്നത്. നയോമിക്ക് വേണ്ടിയുള്ള അലച്ചിലിൽ സ്വന്തം മകൻ്റെ വിവാഹം പോലും വിസ്മരിച്ചവളാണ് കൃഷ്ണമ്മ. അമ്മ ഇങ്ങനെ കരഞ്ഞതുകൊണ്ട് നയോമി തിരിച്ചു വരുമോ? ഉദയഭാനു അമ്മയോട് ദേഷ്യം പിടിച്ചു. അവളുടെ ചോറല്ലടാ ഇത്രയും കാലം നീ ഉണ്ടത്, ആ നന്ദി പോലും നിനക്കില്ലേ? അമ്മ കരയുന്നത് പോലെ കുറേ നേരം ഇരുന്ന് കരഞ്ഞാൽ മതിയോ? ഞാനും. അതാണോ നന്ദി? നയോമിക്ക് എന്ത് സംഭവിച്ചെന്ന് എല്ലാവരെയും അറിയിക്കേണ്ടേ? അവളുടെ ജീവനെടുത്തവർക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കേണ്ടേ? ഇനി അതൊക്കെയല്ലേ ചെയ്യേണ്ടത്? ഉദയഭാനു പറഞ്ഞു. എനിക്കിനി ജീവിക്കണമെന്നേയില്ല. എന്തിനാ ഇനി? ആർക്കു വേണ്ടിയാണ്? എന്നാലും അവളെ സമ്മതിക്കണമല്ലോ. ഒരു പരിചയവുമില്ലാത്ത വീട്ടിൽ കയറി വന്ന് അറിയുകയും കേൾക്കുകയും ചെയ്തിട്ടില്ലാത്ത നമ്മുടെ മുമ്പിൽ നയോമിയായിട്ട് അഭിനയിച്ചില്ലേ അവൾ? എങ്ങനെ തോന്നി നയോമിയുടെ വേഷം കെട്ടാൻ? കൃഷ്ണമ്മ അരിശം പൂണ്ടു. അമ്മ പറയുന്ന കേട്ടാ തോന്നും നമ്മുടെ ഏതോ ശത്രു വേഷം മാറി വന്ന് കുറേ ദ്രോഹം ചെയ്തെന്ന്. അമ്മേ, അതും അമ്മയുടെ മോള് പ്രസവിച്ച കുട്ടിയാണ്. നയോമിയോടുണ്ടായ സ്നേഹവും ബന്ധവും എല്ലാം അവളോടും തോന്നണ്ടേ? എനിക്ക് അതാ വിശ്വസിക്കാൻ പറ്റാത്തത്. അതല്ലേ വിശ്വസിക്കാൻ പറ്റുന്നത്? അമ്മയുടെ മോൾക്ക്, അതായത് എൻ്റെ പെങ്ങൾക്ക്, മഹാദേവൻ നമ്പ്യാരുമായിട്ടുണ്ടായിരുന്ന ബന്ധം അമ്മയ്ക്കറിയാം. അവൾ പ്രസവിച്ചത് ഇരട്ട കുട്ടികളെയാണെന്ന സത്യവും അമ്മയ്ക്കറിയാം. തെങ്കാശിയിലെ ഫാം ഹൗസിൽ അതിലൊരു കുഞ്ഞിനെ ഉപേക്ഷിച്ചിട്ടാണ് കയ്യിൽ കിട്ടിയതെല്ലാം എടുത്തുകൊണ്ട് നമ്മൾ സ്ഥലം വിട്ടതെന്നും അമ്മയ്ക്കറിയാം. അന്ന് അമ്മയും മകളും ഉപേക്ഷിച്ച് പോന്ന കുട്ടിയാണ് ഇവിടെ വന്ന് നയോമിയായി നിന്നതെന്ന് മാത്രം അംഗീകരിക്കാൻ പറ്റുന്നില്ല. അവളും നയോമിയല്ലേ അമ്മയ്ക്ക്? നയോമിയേക്കാൾ എന്തെങ്കിലും ഒരു പോരായ്മ അവൾക്കുണ്ടോ? ഉദയഭാനു വ്യക്തമായ ധാരണയോടെ തന്നെ കാര്യകാരണങ്ങൾ നിരത്തി. നീ പറയുന്നതല്ല എനിക്ക് പറയാനുള്ളത്. എനിക്ക് നയോമി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവൾ ജീവനോടിരിപ്പില്ലെന്ന് കേൾക്കുമ്പം എൻ്റെ ചങ്ക് പൊട്ടിപ്പോകും. ഉദയഭാനു അമ്മയെ അവരുടെ സങ്കടത്തിന് തന്നെ വിട്ടുകൊടുത്തു. അഷ്ടമൂർത്തി വാതിൽക്കൽ വന്ന് നോക്കി. ഞാൻ പോവാണ്. ഇനിയുള്ള വിവരങ്ങളൊക്കെ ഞാൻ ഫോണിൽ വിളിച്ചറിയിച്ചോളാം, അയാൾ പറഞ്ഞു. നയോമി സിത്താര ഇനി ഇങ്ങോട്ട് വരില്ലേ സാറേ? ഉദയഭാനു ചോദിച്ചു. അറിയില്ല. അവളുടെ മാനസികാവസ്ഥ കൂടി നമ്മൾ കാണണ്ടേ? വരണോ വേണ്ടയോ എന്ന് അവൾ തന്നെ തീരുമാനിക്കട്ടെ. നിങ്ങളോട് അവൾ വിരോധിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. നയോമിക്ക് നിങ്ങളോടുള്ള അതേ ബന്ധം തന്നെയല്ലേ സിത്താരയ്ക്കും നിങ്ങളോടുള്ളത്? അത് രക്തബന്ധം. അതിനപ്പുറത്ത് ഒന്നിച്ച് താമസിച്ചും പരിചരിച്ചും ഉണ്ടാകുന്ന ബന്ധമില്ലേ? അത് ഇവിടെ ആർക്കുമില്ലല്ലോ സിത്താരയോട്, ഉദയഭാനു പറഞ്ഞു. എന്തായാലും നിങ്ങളാദ്യം സത്യാവസ്ഥകൾ ഉൾക്കൊള്ളാൻ ശ്രമിക്കുക. നയോമിയുടെ വേഷം അഴിച്ചു വച്ചത് കൊണ്ട് മാത്രം സിത്താരയുടെ ജോലി തീർന്നിട്ടില്ല. കുറേ ജോലി കൂടി തീരാനുണ്ട് എനിക്കും. വരട്ടെ. അഷ്ടമൂർത്തി സിറ്റൗട്ടിലേക്ക് നീങ്ങി. സൗദാമിനി അമ്മയും അവിടം വരെ അയാളെ അനുഗമിച്ചു. അവരുടെ പ്രശ്നങ്ങളും ആദികളും വേവലാദികളും ബാക്കിയാണ്. നയോമി ആൾമാറാട്ടം അവസാനിപ്പിക്കുമ്പോൾ ഒരു കുടുംബമാണ് അനാഥമാകുന്നത്. ഇത് നയോമിയാണെന്ന ഉറപ്പിൽ, പ്രതീക്ഷയിൽ കുറേ പേർ ജീവിത യോധനത്തിൽ ഏർപ്പെട്ട് കഴിയുന്നുണ്ടായിരുന്നു. നയോമി എന്ന മുഖംമൂടി തകരുമ്പോൾ അവർക്കിനി ആരെ ആശ്രയിക്കണമെന്ന് അറിഞ്ഞുകൂടാ. അത് ചോദിക്കേണ്ട സമയമല്ല ഇത്. അത് ചോദിക്കേണ്ട ആളല്ല മുമ്പിലുള്ളത്. അത് ചോദിക്കാനുള്ള അർഹതയും ഇനിയില്ല. എന്നാലും 7 ജീവിതങ്ങൾ ബാക്കിയാണ്. നയോമി എന്ന വിലാസത്തിൽ വന്ന സിത്താരയെ ആശ്രയിച്ചാണ് അവർ കഴിഞ്ഞുകൂടിയത്. 2 പേർ പഠിക്കുന്നുണ്ട്. അവർക്ക് പഠനം തുടരണം. വീട്ടിലുള്ളവർക്ക് ഭക്ഷണം വേണം. അനിൽ ബാബുവിൻ്റെ ചികിത്സ തുടരണം. ആർക്കാണ് ഉത്തരവാദിത്തം? ആലോചിച്ച് നോക്കിയിട്ട് സൗദാമിനി അമ്മയ്ക്ക് ഒരെത്തും പിടിയും കിട്ടുന്നില്ല. അഷ്ടമൂർത്തിക്ക് അത് മനസ്സിലായി. ഇവിടുത്തെ അവസ്ഥ എന്നേക്കാൾ നന്നായി അറിയാവുന്നത് സിത്താരയ്ക്കാണ്. ഞാനോ നിങ്ങളോ അവളോട് ഒന്നും പറയേണ്ട ആവശ്യമില്ല, അഷ്ടമൂർത്തി സൗദാമിനി അമ്മയോട് പറഞ്ഞു. പിന്നെ ഒരു കാര്യം ഞാൻ തീർച്ച പറയാം. സിത്താരയ്ക്ക് ഒരിക്കലും ഇനി നയോമിയാകാൻ പറ്റില്ല. അനിൽ ബാബുവിൻ്റെ ഭാര്യയാകാനോ നിങ്ങളുടെ മരുമകളാകാനോ മിന്നുമോളുടെ അമ്മയാകാനോ പറ്റില്ല. സിത്താരയ്ക്ക് അവളുടേതായ ഒരു ജീവിതം ഉണ്ടല്ലോ. നിങ്ങളുടെ നഷ്ടം പരിഹരിക്കാൻ പറ്റാത്ത നഷ്ടം തന്നെയാണ്. സൗദാമിനി അമ്മയുടെ കണ്ണ് നിറഞ്ഞു വരുന്നുണ്ടായിരുന്നു. അഷ്ടമൂർത്തി യാത്ര പറഞ്ഞിറങ്ങിയപ്പോൾ അവർ സെറ്റുമുണ്ടിൻ്റെ തുമ്പുകൊണ്ട് നിറക്കണ്ണുകൾ ഒപ്പി. അഷ്ടമൂർത്തി കാറിൽ കയറി യാത്രയായി. തേക്കടിയിൽ പകൽ മുഴുവൻ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. നയോമിയുടെ റോൾ ഇന്നു രാത്രിയോടെ തീരുകയാണ്. മൂന്നാറിൽ നിന്ന് തേക്കടിയിലേക്കുള്ള യാത്രാ സമയം ഒഴികെ 1 മിനിറ്റ് പോലും പാഴാക്കാതെ മഹീന്ദ്രൻ ഷോട്ടുകളെടുത്തു. നയോമിയുടെ ഭാഗം തീർന്നപ്പോൾ അവളെ കാറിൽ കയറ്റി എറണാകുളത്തേക്ക് അയച്ചു.
എറണാകുളത്ത് എത്തിയപ്പോൾ വെളുപ്പിന് 3 മണിയായി. അഷ്ടമൂർത്തി അവൾക്കു വേണ്ടി ബുക്ക് ചെയ്തിരുന്ന ഹോട്ടൽ മുറിയിൽ രാവിലെ 7 മണിവരെ ഉറങ്ങി. അതിനുശേഷം ഉണർന്ന് 8 മണിയോടെ വിജയാനന്ദൻ്റെ ലൊക്കേഷനിലേക്ക് പോയി. അവിടെ രാത്രി 10 മണിവരെ ജോലി ചെയ്ത് തൻ്റെ ഭാഗം പൂർത്തിയാക്കി. വിജയാനന്ദനോട് നന്ദി പറയുമ്പോൾ അയാൾ ചോദിച്ചു, ഇതിങ്ങനെ അബ്രപ്റ്റായിട്ട് അവസാനിപ്പിക്കാൻ എന്താ കാരണം? നയോമി നാളെ മുതൽ ഇല്ല എന്ന് പറഞ്ഞത് എന്തർത്ഥത്തിലാണ്? നാളെ മുതൽ നയോമി ഇല്ല സാർ. ഞാൻ നയോമിയല്ല. ഇത് വേഷം കെട്ടാണ്, ആൾമാറാട്ടം. എൻ്റെ ഐഡൻറ്റിറ്റി വേറെയാ. ഇത് അടുത്ത ദിവസങ്ങളിൽ വെളിച്ചത്ത് വരും. അപ്പോൾ സാറിന് എല്ലാം മനസ്സിലാകും. വിജയാനന്ദ് കൂടുതൽ ചിന്താക്കുഴപ്പത്തിലായി. ഒറിജിനൽ നയോമി അല്ലെന്നാണോ? അതോ നയോമി ഒരിക്കലും നയോമി ആയിരുന്നില്ല എന്നാണോ? അതുമല്ലെങ്കിൽ നയോമിക്ക് എന്തെങ്കിലും മാറ്റം സംഭവിച്ചെന്നാണോ? ഞാൻ ഒറിജിനൽ നയോമി അല്ല. ഞാൻ പറഞ്ഞല്ലോ, ഇത് വേഷം കെട്ടാണ്. ബാക്കിയൊക്കെ ന്യൂസ് പേപ്പറിലും ചാനലിലും വരും സാർ. അപ്പോൾ കണ്ടാൽ പോരെ? അവൾ വിജയാനന്ദനോട് യാത്ര പറഞ്ഞ് ഹോട്ടൽ റൂമിലേക്ക് പോയി. 2-3 ദിവസത്തെ ഉറക്കം ബാക്കിയുണ്ടായിരുന്നു. സുഖമായി കിടന്നുറങ്ങി. പിറ്റേന്ന് ഉണർന്ന് കുളിച്ചൊരുങ്ങി ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച ശേഷം അവൾ അഷ്ടമൂർത്തിയെ ഫോണിൽ വിളിച്ച് പറഞ്ഞു, എനിക്ക് വീട്ടിലൊന്ന് പോകണം. എവിടെ? ഞാൻ ഇതുവരെ നയോമിയായി താമസിച്ച വീട്ടിൽ. ഇവിടെ എല്ലാവരും നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. എന്തായാലും ഞാൻ നയോമിയുടെ മുഖംമൂടി അഴിച്ചു വയ്ക്കാൻ പോകുമല്ലെങ്കിലേ അത് ഞാൻ ആ വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം. അവിടെ വച്ചല്ലേ ഞാൻ ആ മുഖംമൂടി എടുത്തു വച്ചത്. അവരോടൊക്കെ പറയണ്ടേ? നിന്നെ ഇനി കണ്ടാൽ അവർ അപ്സെറ്റാകും. സാരമില്ല, അങ്കിൾ എന്നെ കൊണ്ടുപോകുമോ അതോ ഞാൻ തനിയെ പോകണോ? ഞാനും വരാം. ശരി അങ്കിളെ. അരമണിക്കൂറിനകം അഷ്ടമൂർത്തിയുടെ കാറെത്തി. ആ കാറിൽ അവൾ അനിൽ ബാബുവിൻ്റെ വീട്ടിലേക്ക് യാത്ര തിരിച്ചു.